ഇന്ന് നമുക്കപ്പോൾ ഒരു കഥ പറഞ്ഞാലോ. അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ ഫ്രഷായി വന്ന് ചാനലൊക്കെ തുറന്ന് സെറ്റപ്പായി കുറച്ച് വെളിച്ചത്തിനൊക്കെ വിളിച്ച് വരുത്തി തലേദിവസം ഓർഡർ ചെയ്തിട്ടുള്ള ഒരു പാർസലൊക്കെ അങ്ങ് തന്നു. എന്നെപ്പോലുള്ള ക്രാഫ്റ്റ് ലവേഴ്സിനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ ചെയ്യാൻ കുറേ ആഗ്രഹിക്കുന്ന ഒരു സാധനമായിരിക്കും ഇത്. ഞാനും ഒരുപാട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ചെയ്യണമെന്ന് കുറേ ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഡയമണ്ട് പെയിൻറ്റിങ്. അതിൻ്റെ സാധനങ്ങൾ എന്താണെന്നൊക്കെ നോക്കി നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടിരിക്കുന്നത് അതിങ്ങനെ എടുത്ത് എയ്സ്തെറ്റിക്കായിട്ട് കുറച്ച് ഷീറ്റൊക്കെ മേലെ വിരിച്ച് അതിൽ നിന്ന് ഇങ്ങനെ നൈഫ് വെച്ച് കട്ട് പീസസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ്. നമുക്കതൊന്നും വേണ്ട. നമ്മളെല്ലാ സീക്വൻസും മാറ്റി വെച്ച് ഇത്ര സീക്വൻസ് ഉണ്ടായിട്ടും ഏറ്റവും ഒടുക്കത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ഓരോ ലെറ്റേഴ്സ് ഇങ്ങനെ ഡേ ബൈ ഡേ അപ്ഡേറ്റ് ചെയ്യാന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ തുടങ്ങിയതൊക്കെ ആയിരുന്നു. പിന്നെ ചെയ്യുമ്പോൾ മനസ്സിലായി അതങ്ങനെ ഒന്നീ നിൽക്കുന്ന പരിപാടിയല്ല. അങ്ങനെ ചെയ്യാൻ നന്നായി എന്ന് വഴിയെ മനസ്സിലാവും. ബട്ടർ ഷീറ്റും ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇതിൻ്റെ മേലത്തെ ഷീറ്റ് കളയാണ്ട് അത് സെക്യൂർ ചെയ്ത് അത് വെച്ചിട്ടാണ് ചെയ്യണത്. ഈ കാണുന്ന ചെറിയ ചുവന്ന സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ ഹോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗമ്മാണ്. അതിനുണ്ടൊരു കഥ. ചെയ്യാനിരുന്ന് ആദ്യത്തെ 2 ദിവസം എൻ്റെ കൂടെ ഉണ്ടായി. പിന്നെ ഈ മുതലിന് ഞാൻ തപ്പി കണ്ടുപിടിക്കണത് കംപ്ലീറ്റായി 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ തുടങ്ങി കെയ്ന്ന് അങ്ങ് കുത്തി തുടങ്ങി. ഇടത്തുനിന്ന് തുടങ്ങി വലത്തുനിന്ന് തുടങ്ങി അങ്ങനെ കുത്തലോട് കുത്ത്. ഈ ക്രാഫ്റ്റ് ലവേഴ്സിനൊരു കാര്യമുണ്ട്, നമുക്ക് ഇതുമ്മ പിടിച്ചിരുന്ന ചുറ്റുമുള്ള ലോകത്തിലുള്ള ഒന്നും നമുക്ക് പ്രശ്നമില്ല അല്ലേ. ഒരുപാട് വിഷമം ഒരുപാട് സ്ട്രെസ്സൊക്കെ ഉള്ളൊരു സമയത്താണ് ഞാൻ ഇതിൻ്റെ പിന്നിലിരുന്നത്. മനഃപൂർവ്വം അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. കാരണം അപ്പം പിന്നെ വേറെ ഒന്നും ആലോചിച്ച് വിഷമിച്ചോ ടെൻഷൻ അടിച്ചോ ഇരിക്കില്ലല്ലോ. പക്ഷേങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കഥ മാറാണ്. എൻ്റെ ഇക്കാക്ക പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ട ഒരു അത്യാവശ്യം കാരണം കൊണ്ട് നാട്ടിലേക്ക് പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാൾ വർക്ക് ചെയ്യുന്നിടത്തും ഷിഫ്റ്റ് ഇടയ്ക്ക് എനിക്ക് എടുക്കേണ്ട വന്നു തുടങ്ങി. കാരണം ഞങ്ങൾ രണ്ടുപേരും സെയിം കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ലീവ് ചോദിക്കുമ്പോൾ തന്നെ അത് പ്രോമിസ് ചെയ്തിട്ടാണ് നമ്മൾ ലീവ് സെറ്റാക്കിയത്. അങ്ങനെ ഞാൻ എന്താ ഇവിടെ കെയ്ന്ന് ജയിലോട്ട് പോകുന്നു, ജയിന്ന് ഡിയിലോട്ട് പോകുന്നു. പണ്ട് എക്സാം എഴുതുമ്പോഴേ 1 2 3 അങ്ങനെ ഓർഡറിൽ എഴുതാൻ എനിക്കിഷ്ടമല്ലേ. അപ്പം അതേ ഓർഡറിലായ്മ ഞാൻ ഇവിടെയും ചെയ്ത് കൂട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും നേരം കിട്ടണ്ടായില്ല. ഡ്യൂട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ രാവിലെ എനിക്കും കുറച്ച് നേരം കുത്തും, പിന്നെ വർക്ക് കഴിഞ്ഞ് വന്നിട്ടും കുറച്ച് നേരം കുത്തും. അങ്ങനെ ഇത്രയായി. പക്ഷേ ഇക്കൊക്കെ വരുന്ന അന്നാണെന്ന് മാത്രം. കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ച ദിവസം കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ ട്രെയിൻ സ്റ്റേഷനെത്തി. പക്ഷെ എല്ലാം കെട്ടിപ്പറക്കി ഞാൻ എൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി അവിടെ പണിതിട്ട പോലെ ഒരു സ്റ്റാൻഡ്, എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഒരു സാധനം. അങ്ങനെ അവിടെ നിന്നും കുത്തി, ട്രെയിനിൽ കയറിയിട്ടും കുത്തി, കുത്തലോട് കുത്ത്. എന്നാലും കഴിഞ്ഞോ? ഇല്ല. പക്ഷെ എനിക്ക് തോന്നി എന്തായാലും എൻ്റെ ഇക്കൊക്കെയല്ലേ, ഇതൊക്കെ മനസ്സിലാവില്ലേ, എനിക്കിത്ര തിരക്കൊക്കെ ഉണ്ടായ കാരണം കൊണ്ടല്ലേ എന്നൊക്കെ നമുക്ക് പറഞ്ഞ് ആശ്വസിക്കാം. കഴിയുന്നിടത്തോളം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കാമെന്നങ്ങ് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇരുന്ന് കുത്തി. കണ്ടവരൊക്കെ എന്ത് വിചാരിച്ചോ എന്തോ, പോട്ടെ അങ്ങോട്ട്. ആളങ്ങനെ എത്തി. പക്ഷെ കൊടുക്കണ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, അതൊക്കെ മറന്നുപോയി. കൊടുത്തിട്ട് തിരിച്ച് വാങ്ങി എന്നുള്ളതിൽ ഇവിടെ പ്രസക്തിയില്ല. ഇത്രയൊക്കെ നമ്മൾ ഇരുന്ന് കുത്തി, ഇത്രയധികം സ്റ്റോൺസ് എൻ്റെ കൈ കൊണ്ടിരുന്ന് ഞാൻ അതും ആ ഗമ്മ് വരെ പോയിട്ടും ഞാൻ ഇന്ന് കഷ്ടപ്പെട്ട് കുത്തിയതല്ലേ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു പ്രൗഡ് അതന്നെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റത്തെ ഔട്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. ക്രാഫ്റ്റ് വീഡിയോസ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള കാരണം കൊണ്ട് തന്നെ സ്ലാങ്ങിന് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ തികച്ചും സാങ്കല്പികം മാത്രമല്ല. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂടാനും മറക്കല്ലേ.